ഇതെന്താ സംഭവം കണ്ട നിങ്ങള്? കർണാടകയില് റോഡിന്റെ അപ്പുറത്തുനിന്ന് ഇതാണ്ട, റോഡിന്റെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് തോണിയില് ബൈക്ക് കൊണ്ടുവരിക. കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവരിക കേട്ടോ. ഇത്ര ബൈക്ക്, 3 ബൈക്കുണ്ട്. 3 ബൈക്കും ബൈക്കിലെ യാത്രക്കാരും. ഏതാല്ലേ കബനി പുഴയാണ്. തോന്നി വരുന്നുണ്ട്. അയ്യോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നു. ഒരു ഡ്രൈവർ 3 ബൈക്കിനെ കൊണ്ടുവരിക. ആക്സസ് 3 വണ്ടിയുണ്ട്. ഇതിൻ്റെ സൈഡിൽ കിട്ടണമല്ലോ. ഒരാൾക്ക് എത്ര 70 രൂപ എന്നൊക്കെ പറയുന്നുണ്ട്. എത്രയാണെന്നുള്ളതെന്ന് ചോദിച്ചു പഠിക്കണം. കറക്റ്റ് പാർക്കിംഗ് കേട്ടോ. അവനക്കൊക്കെ ഏത് ലൈസൻസാണ് ഉള്ളത്? പാർക്കിംഗ് ഒക്കെ കറക്റ്റാ. അതാ അതാ ഇതിൻ്റെ അപ്പുറം എവിടെയാ ട്ടായി? ഇതിൻ്റെ അക്കരെ എവിടെയാ സ്ഥലത്തിൻ്റെ പേര്? ഡിപ്പോ കടവ് ആണോ? പാലം ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണല്ലോ ഇത്. ആണോ? കുടൽക്കടവ്. അവിടുന്ന് നമ്മൾ ശേഖാരടി അതിലെ നമുക്ക് വണ്ടികൾ. അപ്പൊ ഇതിൽ അങ്ങോട്ട് പോയ എന്താ കാഴ്ച എന്താ കാണാനുണ്ടോ? വെറുതെ അങ്ങനെ പോകാല്ലേ തോണിയിൽ കയറിയിട്ട്? അത്രേ ഉള്ളൂ.
റേറ്റ്? ആ നിങ്ങൾ അങ്ങോട്ട് പോവാന് 10 രൂപ ഒരു വണ്ടിക്ക് ആണോ? വണ്ടിക്ക് 50, ഒരാൾക്ക് 10 രൂപ അല്ലേ? അക്കരെ പോവാ തിരിച്ചു വരിക. ഇരുമ്പ് തോണിയാലേട്ടാ, ഒന്ന് കേറിക്കോട്ടെ. അയ്യോ, ചേട്ടനോടെ ഇവിടെ തന്നെ സ്ഥലം? കേരളം, കേരളക്കാരനാണ്. വേറെ എന്തൊക്കെ ഇവിടെ ഒരു പാലില്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടല്ലേ? വരിക്കുപ്പിയോ ആണോ? ചേകാടി. ഇവിടെ കൊറേ കുടുംബം ഉണ്ടോ? ഉണ്ട്. ഇതേ ഉള്ളൊരു വഴി. അപ്പൊ ഈ വെള്ളം കയറിയാലൊക്കെ എന്ത് ചെയ്യും? ഇതിലൊക്കെ ഇറങ്ങി പോണോ? വേറെ വഴിക്ക് പോണോ? ദൂരം കൂടൂല്ലേ? ഇത് കബനി പുഴയായിട്ടല്ലേ വരിക? കബനി അല്ലേ? കബനി പറയുമ്പോ കർണാടകയിൽ പെടൂല്ലേ? കേരളത്തിന്റെ വെള്ളം കർണാടകയും തമിഴ്നാടും കിട്ടുന്നുണ്ട്. പേരെന്തായിരുന്നു? ശ്രീരാജ്, ശിവരാജ്. ഇത് നമ്മളെ കബനി പുഴയാണ് കേട്ടോ. കബനി പുഴയില് ഇതാ ഈ ഒരു കയറിട്ട് പോയിക്കോ. ആ കയറിട്ടിന് അക്കരെ ഇത് കയറ് വലിച്ചു പോക്കൂടെ നമുക്ക്? പോവല്ലേ? അപ്പുറം അക്കരെ ബൈക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം. ബൈക്ക് മാത്രമല്ലേ പോവുള്ളൂ, വേറെ ഒന്നും പോലല്ലോ. ബൈക്ക് മാത്രമേ പോവുള്ളൂ. ബൈക്കുള്ള യാത്രക്കാർക്ക് ഇതിലെന്താ ചെയ്യുക? ബൈക്കായിട്ട് നമുക്ക് അക്കരെ പോവുക. അക്കരെ ഒന്ന് ചുറ്റിക്കറങ്ങി നേരതാ കബനി പുഴ. ഈ തോണി നമ്മളെ പഴയ മരത്തിന്റെ തോണിയല്ല കേട്ടത്, ഇത് നല്ല ഇരുമ്പിന്റെ തോണിയാണ്. ആള് വെയിറ്റിംഗ് ആണ് കേട്ടോ, അവിടെ വെയിറ്റിംഗിലുണ്ട്. അപ്പൊ ഓക്കെ, ചേട്ടന്റെ പരിപാടി നടക്കട്ടെ. ശരി എന്നാ. ബൈക്കിന് 50 രൂപയും യാത്രക്കാര് സാധാരണക്കാർക്ക് പോകുകയാണെങ്കിൽ 10 രൂപ. ഇപ്പം മരത്തിന്റെ തോണിയൊക്കെ നിന്നു. മരത്തിന്റെ തോണി അവിടെ നിന്നും സൈഡാക്കി ഇട്ടിട്ടുണ്ട്. അതൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഉള്ള ഇൻഡസ്ട്രിയൽ വർക്കിലൊക്കെയാ തോണി. അപ്പൊ അവിടെ ഒരു 3 ബൈക്കിന്റെ വെയിറ്റിംഗിലേക്ക് നിന്നു. മീനുണ്ട്, നല്ല മീനുള്ള കുളമാണ്, പുഴയാണ്. ബൈക്ക് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അയ്യോ, ഞാൻ പറയുന്നുണ്ടോ? ഫോറസ്റ്റ് ആണ്, ഒരു ഏരിയ ഫോറസ്റ്റ് ആണ്, ഒരു ഏരിയ സാധാ എന്താ പറയുക ആളും താമസങ്ങളിലാണ്. അക്കരെ പോവാ കുറച്ച് വീടുകളൊക്കെ കണ്ടിട്ട് വരാം. അത് തന്നെ, വേറെ ടൂറിസ്റ്റ് ആയിട്ടൊന്നുമില്ല അപ്പുറം. പക്ഷേ നമുക്കൊരു വൈബ് എന്താണ്, ബൈക്ക് ഇങ്ങനെ കയറ്റി കൊണ്ടുപോവുക, ഒരു തോണി സവാരി. അവിടെ പോയിട്ട് ബൈക്ക് കയറ്റണം. ബൈക്ക് കയറി
അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പാസ് ചെയ്യട്ടെ, നമുക്കിനി കുറച്ച് അടിപൊളി സ്ഥലങ്ങൾ കൂടി കാണാനുണ്ട്. അപ്പോൾ അതോടെ കണ്ടിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ഓക്കെ, ബൈ.